അപ്പോൾ ഇത് നിങ്ങൾ ക്ലാസ്സിൽ വരാത്ത കാരണം ഞാൻ റെക്കോർഡഡ് ക്ലാസ് അയക്കാമെന്ന് വിചാരിച്ചു. എന്താണ് ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ടായിരുന്നു, എന്താ ജോയിൻ ചെയ്യാത്തതെന്നറിയില്ല. എനിവേസ്, നെക്സ്റ്റ് വരുന്നത് കോഹിറൻസ് ആണ്. കോഹിറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. നമ്മൾ OEDയിലും OCയിലും ഒക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. എന്താണ് കോഹിറൻസ്? ബോത്ത് ദ വേവ്സ് ആർ ഇൻ ദ സെയിം ഫേസ്. രണ്ട് വേവ്സും ഒരേ ഫേസിലാണുള്ളത് എങ്കിൽ അതിനെയാണ് നമ്മൾ കോഹിറന്റ് വേവ്സ് എന്നും, അതല്ല എങ്കിൽ നമ്മൾ അതിനെ ഇൻകോഹിറന്റ് എന്നും പറയും. Next one is quantum mechanical coherence. In a mesoscopic structure, the behavior of electrons should be described quantum mechanically using Schrodinger equation. അപ്പോൾ Schrodinger equation യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തിന്റെ ഇലക്ട്രോണിന്റെ ബിഹേവിയർ നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. If the electron interacts inelastically with a defect or any impurity, the electrons change their energy and momentum as well as the phase of their wave function. അപ്പോൾ എന്ത് പറ്റും? ഒരു ഇലക്ട്രോണ് ഒരു ഇംപ്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിഫക്റ്റീവ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ സ്കാറ്ററിംഗ് തന്നെ, അങ്ങനെ പറ്റുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഇലക്ട്രോണിന്റെ എനർജിയും മൊമെന്റവും അവിടെ ചേഞ്ച് ചെയ്യും. The phase coherence length L phi is defined as the distance traveled by the electron without the carrier wave changing its phase. അപ്പം phase coherence length L phi എന്ന് വെച്ചാൽ distance traveled by the electron without the carrier wave changing its phase. അതാണ് L phi. In quantum physics, L phi should be a length similar to inelastic scattering mean free path length. അപ്പം ക്വാണ്ടം ഫിസിക്സിൽ നമ്മൾ എടുക്കുകയാണ് എങ്കിൽ ആ ലെങ്ത് എന്തായിരിക്കും? ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് മീൻ ഫ്രീ പാത്ത് ലെങ്ത്. അപ്പം മീൻ ഫ്രീ പാത്ത് എന്താണെന്ന് നമുക്കറിയാം അല്ലെ? സ്കാറ്ററിംഗ് ഇല്ലാതെ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. ആ അതേ സംഭവം തന്നെയായിരിക്കും എന്തായിട്ട് വരിക? L phi ആയിട്ട് വരിക. Electrons can show interference effects over distances smaller than L phi. If electrons with phase phi 1 interacts with electrons of phase phi 2, we know from wave theory that amplitude can add up to each other or they can be subtracted depending on the phase difference. അല്ലെ? അപ്പോൾ രണ്ട് ഇലക്ട്രോൺസ് phi 1ഉം phi 2ഉം തമ്മിലുള്ള phi 2ഉം ഫേസ് ഉള്ള രണ്ട് ഇലക്ട്രോൺസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ either the amplitude can be added up or they can be subtracted from each other depending upon the phase difference. ആ ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യാൻ സാധിക്കും. Now low dimensional structures. When one or more of the dimensions of a solid are reduced sufficiently, its physiochemical physiochemical characteristics notably depart from those of the bulk solid. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡയമെൻഷൻസ് അതുപോലെ തന്നെ ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അതിന്റെ ഫീച്ചേഴ്സ് ബൾക്ക് സോളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് വളരെയധികം വ്യത്യാസം വരും, ഒരു ചെറിയ ഡിഫറൻസ് പോലും. When the dimensions of the solid get reduced to a size comparable with or smaller than lambda, then the particles behave wave-like and quantum mechanics should be used. അല്ലെ? വേവ് ലെങ്തിന് കമ്പയറബിൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിലേക്ക് അല്ലെങ്കിൽ അതിന് ലെസ് ദാൻ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിലേക്ക് നമ്മുടെ പാർട്ടിക്കിളിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? വേവ് ലൈക്ക് ആയിട്ടായിരിക്കും നമ്മുടെ പാർട്ടിക്കിൾസ് ബിഹേവ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ക്വാണ്ടം മെക്കാനിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. വിത്ത് റിഡക്ഷൻ ഇൻ സൈസ്, novel electrical, mechanical, chemical, magnetic and optical properties can be introduced. അപ്പോൾ സൈസിന്റെ റിഡക്ഷൻ അനുസരിച്ച് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്, നോവൽ ഇലക്ട്രിക്കൽ എന്ന് വെച്ചാൽ പുതിയ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്ത് പുതിയ ആയിട്ടുള്ളത് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദ റിസൾട്ടിംഗ് സ്ട്രക്ചർ ഈസ് ദെൻ കോൾഡ് ലോ ഡയമെൻഷണൽ സ്ട്രക്ചർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഡയമെൻഷൻസ് ഏത് റേഞ്ച് വരെ? കമ്പയറബിൾ ടു ലാംഡ വരെ റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ. When one of the three spatial dimensions of a solid, usually a semiconductor material, is of a size comparable to lambda b, we say that we are dealing with a material structure of low dimensionality. അപ്പോൾ നോർമലി പറയുകയാണെങ്കിൽ ഒരു സെമി കണ്ടക്ടറിന്റെ സൈസ് എടുക്കുമ്പം അതിന്റെ സൈസ് എന്ന് പറയുന്നത് ലാംഡ ബിയുടെ ആ ഒരു സൈസിലാണെങ്കിലാണ് നമ്മൾ എന്ത് പറയുക? ലോ ഡയമെൻഷണൽ സ്ട്രക്ചറുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്ന് പറയുന്നത്. The low dimensional materials exhibit new physico-chemical properties not shown by the corresponding large scale structure. അപ്പം ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ പറഞ്ഞാൽ ബൾക്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും നമുക്ക് കിട്ടുക.
suitable control of the properties and response of nanostructures can lead to new devices and technologies. അപ്പം അതിനനുസരിച്ച് നമുക്ക് വേണ്ട പ്രോപ്പർട്ടീസിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്താവും, അതൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലേ. നമുക്ക് വേണ്ട പ്രോപ്പർട്ടീസ് ഉള്ളത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ലൈക്ക് ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് കൊടുത്തിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. Low dimensional structures are usually classified according to the number of reduced dimensions they have. Based on reduced dimension, the low dimensional materials are in generally classified as 1D, 2D and 0D. അപ്പം ഈ 3 ഡയമെൻഷൻസിലാണ് 3 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. 1D, 2D and 0D. ഡയമെൻഷൻ ഇല്ലാത്തത്, അതായത് അല്ലെങ്കിൽ ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി, ആൻഡ് 1 dimensional and 2 dimensional. The quantum confinement defect is observed when the size of the particle is too small to be comparable to the wavelength of the electron. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞ comparable to the wavelength, അങ്ങനെയാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് the size will be too small to be compared with the wavelength. അപ്പോൾ wavelengthനേക്കാളും വളരെ വളരെ ചെറിയ സൈസിലുള്ളത്. ഓക്കെ, ക്വാണ്ടം കൺഫൈൻമെന്റ്. അപ്പോൾ എന്താണ് ക്വാണ്ടം കൺഫൈൻമെന്റ്? ക്വാണ്ടം കൺഫൈൻമെന്റ് ലീഡ്സ് ടു എ കൊളാപ്സ് ഓഫ് ദ കണ്ടിന്യൂസ് എനർജി ബാൻഡ്സ് ഓഫ് എ ബൾക്ക് മെറ്റീരിയൽ ഇൻ ടു ഡിസ്ക്രീറ്റ് അറ്റോമിക് ലൈക്ക് എനർജി ലെവൽസ്. അപ്പം ക്വാണ്ടം കൺഫൈൻമെന്റ് കൊണ്ട് എന്ത് സംഭവിക്കും? കണ്ടിന്യൂസ് എനർജി ബാൻഡ്സിനെ അറ്റോമിക് ലൈക്ക് എനർജി ലെവൽസിലേക്ക് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഇവിടെ കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, വാലൻസ് ബാൻഡ് ഉണ്ട്. ഇതാണ് നമ്മുടെ എന്താ പറയുന്നത്, എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. A quantum confined structure is one in which the motion of the carriers are confined in one or more directions by potential barriers. അപ്പോൾ ക്വാണ്ടം കൺഫൈൻമെന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താണ്, 2 പൊട്ടൻഷ്യൽ ബാരിയേഴ്സ് ഉണ്ടാവും. അതിന്റെ ഇടയിൽ മാത്രം, ഇൻ ബിറ്റ്വീൻ ദോസ് 2 ബാരിയേഴ്സ് ഇലക്ട്രോൺസ് ഓർ ഹോൾസ് മൂവ്. ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ക്വാണ്ടം കൺഫൈൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. Based on the confinement direction, a quantum confined structure will be classified into 3 categories as quantum well, quantum wire and quantum dots. അപ്പോൾ ഈ കൺഫൈൻമെന്റ് ഡയറക്ഷൻ അനുസരിച്ച്, നമ്മൾ ഈ കൺഫൈൻ ചെയ്യുന്ന ഡയറക്ഷൻ അനുസരിച്ചാണ് 3 ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ഒന്ന് ക്വാണ്ടം വെൽ, ക്വാണ്ടം വയേഴ്സ് ആൻഡ് ക്വാണ്ടം ഡോട്ട്സ്. ഓക്കെ, അപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം. Let us suppose that we have an electron confined within a box of dimension LX, LY and LZ എന്താണ് 3 ഡയമെൻഷനിൽ കൺഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രോൺ ആണുള്ളത് ഒരു ബോക്സിൽ. ഓക്കെ, ഇഫ് ദ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് ഈസ് ലാംഡ, വി ക്യാൻ ഹാവ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. ലാംഡ ഈസ് വെരി വെരി ലെസ് ദാൻ LX, LY ആൻഡ് LZ. അപ്പം ആ 3 ഡയറക്ഷനിൽ ആണ് നമ്മുടെ ഇലക്ട്രോൺ എന്ത് ചെയ്തിരിക്കുന്നത്, കൺഫൈൻ ചെയ്തിരിക്കുന്നത്. ഇൻ ദിസ് കേസ് ദ ഇലക്ട്രോൺ ബിഹേവ്സ് ആസ് ഇൻ എ റെഗുലർ 3D ബൾക്ക് സെമി കണ്ടക്ടർ. അപ്പം ലാംഡ ഈ പറഞ്ഞ ഡയമെൻഷനേക്കാളും വളരെ വളരെ ചെറുതാണെന്ന് വെച്ചാൽ എന്താണ്, ഈ ഡയമെൻഷൻസ് 3 വളരെ വലുതാണല്ലേ, കമ്പയർഡ് ടു ലാംഡ. സോ വാട്ട് വി ആർ സെയിങ് ഈസ്, ആ ഒരു കേസിൽ വരുന്നത് എന്താണ്, 3D ബൾക്ക് നോർമൽ പോലെയാണ് നമ്മുടെ ഇലക്ട്രോൺ ആക്ട് ചെയ്യുന്നത്. സോ അതിനെയാണ് നമ്മൾ ക്വാണ്ടം വെൽ എന്ന് പറയുന്നത്. സോറി, ക്വാണ്ടം ക്വാണ്ടം വയർ ആയിട്ടില്ല, അതൊരു 3D ബൾക്ക് സെമി കണ്ടക്ടർ ആണ്. നൗ ലാംഡ ഈസ് ഗ്രേറ്റർ ദാൻ LX, ബട്ട് LX ഈസ് വെരി വെരി ലെസ് ദാൻ എന്താണ്, LY, LZ. എന്താണ്, LX എന്ന് പറഞ്ഞ ഡയമെൻഷൻ LYനേക്കാളും LZനേക്കാളും വളരെ ചെറുതാണ്. ബട്ട് കമ്പയറബിൾ ടു ലാംഡ, എന്താണ്, ലാംഡ ഇതിനോട് കമ്പയർ ചെയ്യാന്ന് പറയാം, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ LX. അപ്പോൾ LX എന്ന് പറയുന്നത് ലാംഡേനേക്കാളും ചെറുതാണ് അല്ലേ. So in this situation we have a 2D semiconductor perpendicular to the x-axis. അപ്പോൾ x-axisന് പെർപെൻഡിക്കുലർ ആയിട്ട്, കാരണം x-axis എന്ന് പറയാൻ കാരണം എന്താണ്, ഇവിടെ നമ്മൾ LX ആണ് എടുത്തത്. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാണ്ടം വെൽ എന്ന് പറയുന്നത്. ഒരു 2D സെമികണ്ടക്ടറിനാണ് നമ്മൾ ക്വാണ്ടം വെൽ എന്ന് പറയുന്നത്. Next one is lambda is greater than LX, LY and LX, LY is very very less than LZ. അപ്പോൾ ഒരു ഡയമെൻഷൻ മാത്രമേ വലുതുള്ളൂ, ബാക്കി രണ്ടും കമ്പയറബിൾ ടു ലാംഡയാണ് അല്ലേ. Okay, now it corresponds to a one-dimensional semiconductor or quantum wire. അതിനെയാണ് നമ്മൾ ക്വാണ്ടം വയർ എന്ന് പറയുന്നത്. ഇനി 3
മൂന്നിനേക്കാളിലും ലാംഡ വലുതാണ് എങ്കിൽ ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് വി ഹാവ് എ 0 ഡയമെൻഷണൽ സെമി കണ്ടക്ടർ ഓർ എ ക്വാണ്ടം ഡോട്ട്. അപ്പം ക്വാണ്ടം വെൽ, ക്വാണ്ടം വയർ, ക്വാണ്ടം ഡോട്ട് എന്നിങ്ങനെ 3 ഡയമെൻഷൻസ് ആണുള്ളത്, 3 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. അതായത് നമ്മുടെ 2D, 1D ആൻഡ് 0D. പിന്നെ 3D എന്ന് വെച്ചാൽ 3D ബൾക്ക് തന്നെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് 3 ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി ഈ 3 ക്ലാസിഫിക്കേഷനിലും അതിന്റെ സൈസ് എങ്ങനെയാണ് ഡയമെൻഷൻസ് വേവ് ലെങ്തിനോട് കമ്പയർ ചെയ്യുന്നത് അതും കൂടി ശ്രദ്ധിക്കുക. As the size of the particle decrease till we reach a nanoscale, the decrease in confining dimension makes the energy levels of discrete, and this increases or widens up the band gap. അപ്പോൾ എന്താ പറഞ്ഞത്, നമ്മുടെ പാർട്ടിക്കിളിന്റെ സൈസ് നാനോ സ്കെയിൽ ആവുന്നവരെ അത് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? We reach a nanoscale, the decrease in confining dimension makes the energy levels discrete, that this increases or widens up the band gap. അപ്പോൾ നമ്മൾ അതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ എന്ത് സംഭവിക്കും? ബാൻഡ് ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യും. ദിസ് വിൽ അൾട്ടിമേറ്റ്ലി ഇൻക്രീസസ് ദ ബാൻഡ് ഗ്യാപ്പ് എനർജി. അപ്പോൾ എന്താ സംഭവിക്കുന്ന? ബാൻഡ് ഗ്യാപ്പ് എനർജി ഇൻക്രീസ് ചെയ്യും. വിച്ച് മീൻസ് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ മീനിങ് എന്താണ്? നമ്മൾ സൈസ് കൺഫൈൻ ചെയ്യുന്നവരും ബാൻഡ് ഗ്യാപ്പിന്റെ എനർജി ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞ മീനിങ് എന്താണ്? യു ക്യാൻ സീ ഹിയർ ക്വാണ്ടം ഒരു ബൾക്ക് സ്ട്രക്ചറിന്റെ ബാൻഡ് ഗ്യാപ്പ് എനർജി ഇത്രയാണ് എങ്കിൽ അത് ക്വാണ്ടം വെൽ ആയപ്പോഴത്തേക്കും അല്ലെങ്കിൽ 2 ഡയമെൻഷൻ ആയപ്പോഴത്തേക്കും ഇൻക്രീസ് ചെയ്ത് ഇത്രയായി, 1 ഡയമെൻഷൻ ആയപ്പോഴത്തേക്ക് ഇത്രയായി, ആൻഡ് സി ഹിയർ 0 ഡയമെൻഷൻ ആയപ്പോഴത്തേക്ക് അത് വളരെയധികം ഇൻക്രീസ് ചെയ്തു അല്ലെ. അപ്പൊ അതാണ് പറഞ്ഞത്, സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എനർജി ബാൻഡ് ഗ്യാപ്പ് എനർജി ഇൻക്രീസ് ചെയ്യും. അടുത്തതാണ് വരുന്ന ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.